ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ചേച്ചി, വിരഹവേദന അത് താങ്ങാൻ കഴിയില്ല. പ്രണയം സത്യമാണെങ്കിൽ കൂടിച്ചേരലും അനിവാര്യമാണ്. എന്തു ചെയ്യണം പറ, മേഘ മനസ്സിൽ പറഞ്ഞു. മേഘ, പ്രണയവിരഹം ആർക്കും താങ്ങാൻ കഴിയില്ല. നീ സ്നേഹിക്കുന്ന ഇണയ്ക്ക് നിനക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും നൽകുക. നിങ്ങളുടെ കൂടിച്ചേരൽ നടക്കുന്നു, അന്നത് തിരിച്ചു വാങ്ങുക. അത് നഷ്ടപ്പെടുകയാണെങ്കിൽ നീ നിന്റെ ഇണയെ മറക്കുക. ലയ മേഘയുടെ മനസ്സിൽ പറഞ്ഞ ശേഷം മറഞ്ഞു. വഴിയുണ്ട് എന്നും പറഞ്ഞ് കഴുത്തിൽ തന്റെ ആഭരണം പോലെ കിടന്ന മത്സ്യത്തിന്റെ വാല് മഹിയുടെ കയ്യിലേക്ക് മേഘ കൊടുത്തു. മഹി, ഇത് എന്റെ ജീവൻ സംരക്ഷിക്കാൻ എന്റെ അപ്പൻ കഴുത്തിൽ കെട്ടി തന്നതാ. ഈ വാൾ മഹാശിവരാത്രി നാൾ വരെ കാത്തു സൂക്ഷിക്കുക. ഇത് നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ തമ്മിൽ ഒരിക്കലും കൂടിച്ചേരില്ല. ശിവരാത്രി, അത് അത്രയും വേണോ? വേണം. അതെ, മഹാദേവൻ തന്നെ നമ്മുടെ കൂടിച്ചേരൽ സാധ്യമാകട്ടെ. ഇന്നത്തെ ചോദ്യം: സഹായം ചോദിച്ച മഹിയോട് മഹേഷ് പറഞ്ഞതെന്ത്? എ. വിവാഹം നടത്തണം. ബി. മേഘയെ ഉപേക്ഷിക്കണം. സി. മേഘ ചതിക്കും. ഡി. ഇവയൊന്നുമല്ല. നിങ്ങളുടെ ഉത്തരം കമന്റായി പോസ്റ്റ് ചെയ്തോളൂ. ഈ വാലിന്റെ ലോക്കറ്റ് ഞാൻ എവിടെ സൂക്ഷിക്കും? ഇത് അവളുടെ ജീവന്റെ വിലയാണ്, കളങ്കപ്പെടുത്താൻ പാടില്ല. പക്ഷെ ഇത് എവിടെ സൂക്ഷിക്കും? ആകെ കൺഫ്യൂഷൻ ആയല്ലോ. മഹി ലോക്കറ്റുമായി കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നു. ഡാ മഹി, മേഘ എവിടെ? അവളുടെ ജീവിതവും ജീവനും എന്റെ കയ്യിൽ തന്നിട്ട് പോയി. എന്താ? ഒന്നും മനസ്സിലാകുന്നില്ല, നീ തെളിയിച്ചു പറ. ദാ ഇത് കണ്ടോ, ഈ വാലുകൊണ്ടുള്ള ലോക്കറ്റ് അവളുടെ കഴുത്തിൽ കിടന്ന ലോക്കറ്റാണ്. അവളുടെ അപ്പൻ കഴുത്തിൽ കെട്ടിക്കൊടുത്തതാ. അത് ഞാൻ ശിവരാത്രി ദിവസം വരെ സൂക്ഷിക്കണം. എങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരൽ സാധ്യമാകും. ഇത് കളങ്കപ്പെട്ടാലോ നഷ്ടപ്പെട്ടാലോ പിന്നെ ഞങ്ങൾ ഒരിക്കലും ചേരില്ല. പക്ഷെ ഇത് ഞാൻ എവിടെ സൂക്ഷിക്കും? അതാ എനിക്കറിയാൻ മേലാത്തത്. മഹി, ഇത് കുട്ടികളിയല്ല. അവളുടെ ജീവന് ഒന്നും വരാതെ നീയാണ് സംരക്ഷിക്കേണ്ടത്. ഇത് പാളിയാൽ കരയ്ക്കും കടലിനും ഒരുപോലെ ആപത്തുണ്ടാക്കും. എനിക്ക് പേടിയാകുന്നു സത്യ. മഹേഷ്, എന്തെങ്കിലും വഴി പറഞ്ഞു താടാ. ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താ? പറ സത്യ. നീ അത് മേഘയുടെ കയ്യിൽ തിരിച്ചു കൊടുത്ത് സകല തെറ്റുകൾക്കും മാപ്പ് പറഞ്ഞ് തടി രക്ഷിക്കാൻ നോക്ക്. സത്യ മഹിയെ നോക്കി പറഞ്ഞു. ഓ, അഭിപ്രായത്തിന് നന്ദി, ഞാൻ പോവാ. ഇനി ഇവിടെ നിൽക്കുന്നില്ല. നിന്നോടൊക്കെ അഭിപ്രായം ചോദിച്ച എന്നെ വേണം പറയാൻ. അതും പറഞ്ഞ് മഹി അവിടെ നിന്ന് നടന്നു നീങ്ങി. സത്യ, അവന് ആപത്ത് വരുമ്പോ കൂടെ നിൽക്കേണ്ടത് നമ്മളല്ലേ? എന്നിട്ടിപ്പോ അവന് ഭയങ്കര വിഷമമായി കാണും. പിന്നെ ഞാൻ എന്ത് പറയാനാ? അവന്, നമുക്കും അവന്റെ വീട്ടുകാർക്കും നഷ്ടപ്പെട്ടാൽ ആ വേദന നിനക്ക് സഹിക്കാൻ പറ്റുമോ? വീട്ടുകാർ സഹിക്കുമോ? എനിക്കറിയാം സത്യ, അവന്റെ ബലം എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന നമ്മളാണ്. നമ്മളോട് കൈവിട്ടാൽ അവൻ ആകെ തകർന്നു പോവും. മഹേഷ് സത്യയോട് അപേക്ഷയോടെ പറഞ്ഞു. ഡാ, ഒരു വഴിയുണ്ട്. വാൽ അവന്റെ കഴുത്തിൽ തന്നെ കെട്ടാൻ പറ. ആരെങ്കിലും ചോദിച്ചാ കടൽ കരയിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞാൽ മതി. ആ, അത് ശരിയാ, നല്ല വഴിയാ. ഞാൻ അവനെ വിളിക്കട്ടെ. മഹിയുടെ ഫോണിലേക്ക് സത്യനും മഹേഷും വിളിക്കാൻ തുടങ്ങി. ഹലോ, എന്താ? പറഞ്ഞതിന്റെ ബാക്കി പറയാനാണോ വിളിച്ചത്? അല്ലടാ, നീ ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയാനുണ്ട്. ഇല്ല, ഞാൻ വരുന്നില്ല. വാടാ, മാല സംരക്ഷിക്കാൻ ഒരു വഴിയുണ്ട്, നീ വാ, പറയാം. മഹി ഫോൺ കട്ട് ചെയ്ത് കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നു. സോറി മഹി, എന്റെ അപ്പോഴത്തെ വിഷമത്തിൽ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു, ക്ഷമിക്ക്. സത്യ മഹിയോട് മാപ്പ് ചോദിച്ചു. സാരമില്ല, വഴി പറഞ്ഞു താ. നീ നിന്റെ കഴുത്തിൽ തന്നെ ഈ ലോക്കറ്റ് കെട്ട്. ആരെങ്കിലും ചോദിച്ചാ കടപ്പുറത്ത് നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞാ മതി. ആണോ? എന്നാ ഇപ്പൊ തന്നെ കെട്ടാം അല്ലേ? അതെ, കൂട്ടുകാർ ഒരുപോലെ പറഞ്ഞു. മഹി ആ മാല കഴുത്തിൽ കെട്ടി. മഹിയുടെ കഴുത്തിൽ ആ മാല കെട്ടിയതും കടലിന്റെ അടിയിൽ ചുഴലിക്കാറ്റുണ്ടായി. അതിൽ അനേകം മത്സ്യങ്ങൾ കൂട്ടത്തോടെ പെട്ടുപോയി. ആപത്ത്, ആപത്ത്! വിക്രാന്ത് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഉടൻ തന്നെ വിക്രാന്ത് മേഘയെ കാണാൻ വേഗത്തിൽ കടൽ നീന്തി. അവളെ കണ്ടതും വിക്രാന്ത് ഞെട്ടിപ്പോയി. സുന്ദരമായ അവളുടെ വാൽ പ്രാകൃതം പിടിച്ചിരിക്കുന്നു. അവളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു. മേഘ, എന്തുണ്ടായി? നിന്റെ ശരീരം എന്താ ഇങ്ങനെ? കടലാകെ ഇളകി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് വിക്രാന്ത് അവളുടെ ശരീരം ശ്രദ്ധിച്ചത്. അവളുടെ കഴുത്തിലെ വാൽ കൊണ്ട് കെട്ടിക്കൊടുത്ത മാല കാണുന്നില്ല. മേഘ, നിന്റെ കഴുത്തിൽ കിടന്ന മാല എവിടെ? എന്തേലും ഒന്ന് പറ മേഘ.
നീയും നിന്റെ ശരീരവും മനസ്സും സൗന്ദര്യവും എല്ലാം എനിക്ക് മാത്രമാണ്. എന്റെ ഈ രൂപത്തെ നിനക്ക് പ്രണയിക്കണമോ? അവളെ സ്വന്തമാക്കാനായി ഞാൻ തിരികെ വരും. മേഘ, നീ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് മത്സ്യകന്യകയുടെയും പച്ച മനുഷ്യന്റെയും മനസ്സുകളിലെ സത്യമായ പ്രണയം. ഈ പ്രണയത്തിലൂടെ ഇവർക്ക് ഒന്നാകാൻ സാധിക്കുമോ? കാണൂ മത്സ്യകന്യക 2 എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് നിങ്ങളുടെ സ്വന്തം മൂൺലൈറ്റ് HD-യിൽ HD ദൃശ്യ മികവോടെ.